നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു RSS സ്വയം സേവകൻ എന്ന നിലയിൽ, ഒരു BJP നേതാവ് എന്ന നിലയിലൊക്കെ വലിയ രീതിയിൽ ഉന്നത നിലവാരം പുലർത്തിയ പല സംഭവങ്ങളും നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. അതായത് മൈക്ക് പിണങ്ങുമ്പോൾ മൈക്കിനെ ഒടിക്കുന്ന പിണറായി വിജയനും, അതുപോലെ തന്നെ മൈക്ക് പണിമുടക്കുമ്പോൾ നരേന്ദ്രമോദി എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുമൊക്കെയുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ താരതമ്യമായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വയോധിക പിണറായി വിജയൻ അടുത്ത് വന്ന് എന്തോ പറയാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തതെന്നും നരേന്ദ്രമോദി എന്താണ് ചെയ്തതെന്നും ഒക്കെ ഉള്ള വീഡിയോ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വലിയ പ്രതിപക്ഷ ബഹുമാനമുള്ള വ്യക്തി കൂടിയാണ്. അതായത് നിരവധി പ്രതിപക്ഷ ആക്രമണങ്ങളെ, വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളെ നേരിടുകയും അതിജീവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമുക്കറിയാം, അദ്ദേഹം മുഖ്യമന്ത്രിയായി, ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് ആദ്യ നാളുകളിലാണ് അവിടെ ലോകത്തെ തന്നെ നടുക്കിയ ഒരു കലാപം നടന്നത്. അതായത് അയോധ്യയിൽ നിന്ന് മടങ്ങിയ കർസേവകരുമായി വന്ന ഒരു ട്രെയിൻ ഗോദ്രയിൽ വെച്ച് അഗ്നിക്കിരയാക്കുകയും നിരവധി കർസേവകർ കൊല്ലപ്പെടുകയും ചെയ്തതിനെ തുടർന്നുണ്ടായ കലാപം. ആ കലാപത്തിൻ്റെ ഉത്തരവാദി അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നും, അങ്ങനെ ആ അക്രമം അത് അടിച്ചമർത്തുന്നതിൽ മോദി പരാജയപ്പെട്ടുവെന്നും, മോദി മരണത്തിൻ്റെ വ്യാപാരിയാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആരോപണങ്ങളാണ് അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവ് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ മോദിക്കെതിരെ നടത്തിയത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെയെല്ലാം പിന്നീട് പൂമാലയാക്കി മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനം പിന്നീട് ഗുജറാത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം 3 തവണ അവിടെ മുഖ്യമന്ത്രിയായിരിക്കുകയും ചെയ്തു. അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഇന്നേ വരെ BJPക്ക് ഗുജറാത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം ഗുജറാത്ത് സംസ്ഥാനം വിട്ട് പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരികയും പ്രധാനമന്ത്രിയായും അദ്ദേഹം 3ാം ടേമിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ വളരെയധികം വലുതാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിശാല മനസ്കതയും പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ തുറന്നു കാട്ടുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായ ഒരു വീഡിയോ ദൃശ്യം കൂടിയാണ്. ശരത് പവാർ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഷ്ട്രീയ നേതാവാണ്. മഹാരാഷ്ട്രയിൽ ശക്തി തെളിയിച്ച അല്ലെങ്കിൽ കരുത്തുള്ള ഒരു നേതാവ് തന്നെയാണ് ഇപ്പോഴും ശരത് പവാർ. ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ രൂപീകരണത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ്. രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്നും ഇത്തരമൊരു മുന്നണി തട്ടിക്കൂട്ടാനോ അതിനൊരു ഔദ്യോഗികമായ സ്വഭാവം കൊടുക്കാനോ ഒന്നുമുള്ള കഴിവില്ല. പക്ഷേ അന്ന് ഈ മുന്നണിയുടെ നട്ടെല്ലായി നിന്നത് ശരത് പവാറാണ്. പക്ഷേ പിന്നീട് കോൺഗ്രസിൻ്റെ കഴിവുകേട് കൊണ്ട് ആവണം ആ മുന്നണി ഇപ്പോൾ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഈ ശരത് പവാറിലേക്ക് മടങ്ങി വന്നാൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ തലമുതിർന്ന ഒരു നേതാവാണ്. പ്രധാനമന്ത്രിയും ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയും ഒക്കെ ആയിത്തീരേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ നെഹ്റു കുടുംബം വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. നെഹ്റു കുടുംബത്തിനെയും മീതെ വളർന്നു എന്ന ഒരു കാരണത്താൽ ഈ വൻമരത്തെ, ശരത് പവാർ എന്ന വൻമരത്തെ കോൺഗ്രസിൻ്റെ നെഹ്റു കുടുംബമാകുന്ന നേതൃത്വം വെട്ടിമാറ്റുകയാണ് ചെയ്തത്. വളരെയധികം അപമാനം അദ്ദേഹം കോൺഗ്രസിനകത്ത് സഹിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നൊരു പുതിയ പാർട്ടി ഉണ്ടാക്കി മമതയെ പോലെ അദ്ദേഹം പുറത്തുപോയി പ്രവർത്തിച്ചത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മഹാരാഷ്ട്രയിലടക്കം വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. NCP 2ആയി പിളരുകയും അതിലൊരു ഭാഗം BJP നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയിലേക്ക് വന്നു എന്നൊക്കെ ഉള്ളത് ശരിയാണ്. എങ്കിൽ പോലും ഇപ്പോഴും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു നേതാവാണ് ശരത് പവാർ. ആ ശരത് പവാർ താൻ പങ്കെടുക്കുന്ന ഒരു വേദിയിലേക്ക് താൻ വന്ന ശേഷം അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തിനായി ഇരിപ്പിടം ഒരുക്കി കൊടുക്കുക മാത്രമല്ല, അദ്ദേഹം വരുമ്പോൾ എണീറ്റ് നിന്ന് അദ്ദേഹത്തിൻ്റെ കസേര വലിച്ചിട്ട് അദ്ദേഹത്തിന് വളരെ സ്വസ്ഥമായി, അദ്ദേഹം വയോധികനാണ്, ധാരാളം ശാരീരികമായ പ്രശ്നങ്ങളുള്ളയാളാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൃത്യമായി അവിടെ ഇരുത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് കുടിവെള്ളമടക്കം ഒഴിച്ചു കൊടുക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ കൗതുകം എല്ലാവരിലും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ സദസ്സിൽ നിന്നും വലിയ കയ്യടി ഉയരുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കേൾക്കാൻ സാധിക്കും. ഇത് തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശാല മനസ്കത, ഉന്നത ചിന്ത, അതുപോലെ തന്നെ പ്രതിപക്ഷ ബഹുമാനം, ഇതൊക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. കോൺഗ്രസ് ചവിട്ടി പുറത്താക്കിയ ഒരു നേതാവിനെയാണ് ഇപ്പോഴും രാഷ്ട്രീയ എതിരാളിയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ബഹുമാനിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat.